വിമർശനങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്ന മുഖ്യമന്ത്രി രാഷ്ട്രീയ ഭീരുവെന്നാണ് PA മുഹമ്മദ് റിയാസ് MLA പറഞ്ഞത്. മോദിയുടെ അതേ രീതി VD സതീശനും സ്വീകരിക്കുന്നു. വിമർശിക്കുന്നവർ വേണ്ട എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്ക്. മാധ്യമങ്ങളെ ആക്രമിക്കുകയാണ് സർക്കാർ, മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നുവെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേൾക്കാം. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയാണ്. മുഖ്യമന്ത്രി ആരെങ്കിലും വിമർശിച്ചാൽ ആ വിമർശനത്തെ അസഹിഷ്ണുതയോടുകൂടി കാണുന്ന സ്ഥിതി വരുന്നു. ഇപ്പോൾ MDMA കേസിൽ പിടിക്കപ്പെട്ടയാൾ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള വിമർശനം വന്നു. ആ വിമർശനം പലരും സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചു, ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. എന്നാൽ മെറ്റയെ ബന്ധപ്പെട്ടുകൊണ്ട് ആ പോസ്റ്റ് നീക്കം ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സ്തുതിപാഠകരും അതുപോലെ തന്നെ വാഴ്ത്തുപാട്ടുകാരും മാത്രം മതി, വിമർശിക്കുന്നവർ വേണ്ട എന്ന നിലപാടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും രാഷ്ട്രീയ ഭീരുവായ മുഖ്യമന്ത്രിയാണ് ശ്രീ VD സതീശനെന്ന് തെളിയിക്കുന്ന ദിനങ്ങളാണ് ഈ 70-75 ദിവസത്തിനിടയിൽ കടന്നുപോയിട്ടുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏതാനും ദിവസം മുമ്പാണ് ഒരു പരിപാടിക്കകത്ത് പറഞ്ഞത്, എല്ലാവരും റെഡിയായി നിന്നോ, ഇനിയും ട്രാൻസ്ഫറുകൾ ഉണ്ടാകും. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ ഒരു കാരണവുമില്ലാതെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. മുഖ്യമന്ത്രി വാക്കുകളുടെ ധൈര്യം തന്നെയാണ് ദീപലേഖ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർക്ക് ന്യായമായ നിലപാട് സ്വീകരിച്ച് അർഹതപ്പെട്ട സ്ഥലത്ത് പോസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളാണ് ദീപലേഖയെ കൂടുതൽ ദൂരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ബന്ധപ്പെട്ടവർ ആവേശത്തോടെ തയ്യാറായിട്ടുള്ളത്. ഈ വിവരം അറിഞ്ഞ ഉടനെയാണ് അവർ കുഴഞ്ഞു വീണ് മരിച്ചത്. യഥാർത്ഥത്തിൽ ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണ്. ഒഴിവാക്കാമായിരുന്ന ഒരു സംഭവം. വൈരനിരാധന ബുദ്ധിയോടുകൂടി മനസ്സിന് വലുപ്പമില്ലാത്ത ചിലരുടെ താല്പര്യങ്ങളെ പിന്തുണച്ച് അവർക്ക് ഊർജം പകർന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ മരണത്തിന് കാരണം. കേരളത്തിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പരത്തി നടത്തുന്ന ഇത്തരം സ്ഥലം മാറ്റങ്ങളുടെ രക്തസാക്ഷിയാണ് ദീപലേഖ. വളരെ ഗൗരവമേറിയ പ്രശ്നമായി ഇതിനെ പൊതുവെ കാണണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മനസ്സിന് വലുപ്പമില്ല എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി പരസ്യമായി ആളുകളെ ഇനിയും രാഷ്ട്രീയ കാരണത്താൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുകയാണ്. നമ്മൾ കേരളത്തിൽ മുമ്പ് കേട്ടിട്ടുണ്ട്, UDFന് മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു UDF മുഖ്യമന്ത്രി, LDFൻ്റെ വോട്ട്, LDF അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാറില്ല. ഏതെങ്കിലും ഒരു UDF മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഇതുപോലെ പരസ്യമായ ഒരു പരിപാടിയിൽ റെഡിയായി നിന്നോളൂ, നിങ്ങളെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യും എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.